അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി തേങ്ങ അരച്ച മീൻകറിയാണ്. മീനായിട്ട് എടുത്തിട്ടുള്ളത് ചെമ്മീനാണ്. നമുക്ക് ഏത് മീൻ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയുടെ 1/4 ഭാഗമാണ് കട്ട് ചെയ്തെടുത്ത്, 1/4 ഭാഗം നമുക്ക് തേങ്ങ അരക്കുമ്പോൾ ആവശ്യമുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില. നമുക്കിനി തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല മൂത്ത തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ചള്ള് തേങ്ങ എടുത്താൽ ഒരു പീര പോലെ ഉണ്ടാകും, കറി വെച്ചാൽ നന്നാവില്ല. അപ്പോൾ മൂത്ത തേങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തേങ്ങ നമുക്ക് ആവശ്യമുള്ള തേങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. 1/4 ഭാഗം തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ നമ്മൾ 1 ടീസ്പൂൺ, ഞാനിവിടെ 1 ടീസ്പൂണാണ്, അതിലേക്ക് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് കുറച്ച് മഞ്ഞൾ അധികം വേണം കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിന് മേലെ ചേർത്തിട്ടുണ്ട്. പിന്നെ അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഉലുവയിട്ട് പൊട്ടിക്കുക. കുറച്ച് കേട്ടോ, ഉലുവിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചില ആൾ ഉലുവ ഇടാറില്ല, പക്ഷെ ഞങ്ങൾ ഇടാറുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. ഉലുവ പൊട്ടുമ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇവയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനെടുത്ത തക്കാളി പഴുപ്പ് കുറവായതുകൊണ്ട് ഞാനൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും പിന്നെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചൊന്ന് ചേർക്കുന്നുണ്ട്. അത് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മീനിടുമ്പോൾ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു യെല്ലോയിഷ് കളറൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ കുറച്ചിടുന്നത്. അപ്പോൾ ഞാനിടാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ മഞ്ഞളൊന്നിട്ടതിന് ശേഷം നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറുന്നവരെ സോട്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. അപ്പോൾ മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പുളിയിട്ട് വെച്ചല്ലോ, വെള്ളത്തിലിട്ട് വെച്ച പുളിയില്ലേ, കുടംപുളി, അത് ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് ചേർത്ത ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങയും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ജാറ് കഴുകിയിട്ട് ആ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട്, ഒരുപാട് വെള്ളമാക്കരുത്, ഒരു എന്താ പറയുക, തീരെ കട്ടിയാകരുത്, ഒരുപാട് വെള്ളം കയറുകയും ചെയ്യരുത്. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ലൂസാക്കി എടുക്കുക. പിന്നെ ഉപ്പ് ചെക്ക് ചെയ്യണം. ഞാനിവിടെ ഉപ്പ് 2-3 തവണ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പുളിയും ഉപ്പുമൊക്കെ ബാലൻസായി വരണം. അപ്പോൾ ഉപ്പ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അടച്ച് വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ലോ ടു മീഡിയം വെച്ചാൽ മതി. സമയം നമ്മൾ വേവിക്കുക. മീനൊക്കെ വേകുന്ന സമയം വരെ നമ്മൾ വേവിച്ചെടുക്കുക. ഒന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയാൽ ഇങ്ങനെയാണോ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം പോലെ കണ്ട ആ ഒരു തേങ്ങയുടെ അരപ്പൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക. അതിനായിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചൊന്ന് ലോ ടു മീഡിയം വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് അടച്ചും കൊടുക്കുക. ഇപ്പം നോക്കിയേ, നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. ഈ രീതിയിലൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നാസ്തക്കാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് കുറച്ച് പുളിയൊന്ന് കുറച്ചത്. നാസ്തക്കാകുമ്പോൾ അധികം പുളി നമുക്ക് ആവശ്യമില്ല. ചോറിനൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി മുന്നിൽ വെക്കണം പുളി. പക്ഷേ നാസ്തക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ബാക്കോട്ട് നിൽക്കുന്നതാണ് നല്ലത്. നമ്മളിവിടെ പൊറോട്ടയും ചെമ്മീൻ കറിയാണ് ഇന്നത്തെ നാസ്ത എന്ന് പറയുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കണ്ടില്ലേ, എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.